മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാൻ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ചവരാണ് സിദ്ദിഖ് ലാൽ കോംബോ. ഫാസിലിന്റെ സഹസംവിധായകരായി സിനിമയിലേക്ക് കടന്നുവന്ന ഇരുവരും റാംജിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകരായത്. പിന്നീട് കാബൂളിവാല, വിയറ്റ്നാം കോളനി, ഗോഡ് ഫാദർ തുടങ്ങി മികച്ച സിനിമകൾ അണിയിച്ചൊരുക്കി. ഇപ്പോൾ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ. അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു ലാൽ. ഗോഡ് ഫാദറിന്റെ വൻ വിജയത്തിന് ശേഷം ഞാനും സിദ്ദിഖും ചെയ്ത പടമായിരുന്നു വിയറ്റ്നാം കോളനി. ആ സമയത്ത് മോഹൻലാൽ വലിയ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു ആക്ഷൻ ഹീറോ പരിവേഷം പുള്ളിക്കുണ്ടായിരുന്നു. ഏതു ഭാഷയിൽ നിന്നും വില്ലനെ കൊണ്ടുവന്നാലും അവരെയെല്ലാം മോഹൻലാൽ അടിച്ചിടുന്ന കാലമായിരുന്നു. അതിപ്പോൾ തമിഴിൽ നിന്നായാലും തെലുങ്കിൽ നിന്നായാലും ഹിന്ദിയിൽ നിന്നായാലും അതായിരുന്നു അവസ്ഥ. ഇരുമ്പു ജോൺ, വട്ടപ്പള്ളി, റാവുത്തർ എന്നിങ്ങനെ 3 വില്ലന്മാരെ പടത്തിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് മോഹൻലാൽ ആയതുകൊണ്ട് ആദ്യമേ പുള്ളി അവരെ അടിച്ചിടുമെന്ന് ഓഡിയൻസിന് ബോധമുണ്ടായിരുന്നു. അതിനെ എങ്ങനെ മറികടക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്ത് ഒരു വര വരച്ച് അതിനെ ചെറുതാക്കുന്ന ടെക്നിക്ക് ഇവിടെ പ്രയോഗിച്ചു. മോഹൻലാലിനെ അഗ്രഹാരത്തിലെ ആളാക്കി പ്രസന്റ് ചെയ്തു. ആ ടൈറ്റിൽ സോങ് അതിനെ നല്ല രീതിയിൽ സഹായിച്ചു, ലാൽ പറഞ്ഞു.